നമസ്കാരം സുഹൃത്തുക്കളെ, നാം ഇന്ന് വന്നിരിക്കുന്നത് വയനാടിൻ്റെ പ്രകൃതി രമണീയമായ സൂചിപ്പാറയിലേക്കാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സുന്ദര ഭൂമിയിലേക്ക്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ നടത്തത്തിലാണ് ഇത്തവണ ഞങ്ങളെ കാത്തിരുന്ന അതിഥിയെ കണ്ടുമുട്ടുന്നത്. കരിങ്കുരങ്ങ്, നീലഗിരി ലങ്കൂർ എന്നും ഇതിനെ പറയപ്പെടുന്നു. പലരും ഇതിനെ സിംഹവാലൻ കുരങ്ങ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. തലയിലെ ചെമ്പൻ നിറത്തിലുള്ള രോമങ്ങളാണ് അതിനു കാരണം. പശ്ചിമഘട്ടത്തിന് മാത്രം അവകാശപ്പെട്ട മണിമുത്തും ഈ കാഴ്ചകളും വരും തലമുറയ്ക്കായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രകൃതി നമുക്കായി കരുതി വെച്ച ഇത്തരം വിസ്മയങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഈ കാടും വന്യതയും നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കണമെന്ന്. വയനാടൻ വനഭംഗിയിലെ ഈ മനോഹര നിമിഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. അവൻ്റെ അടുത്ത് അവൻ്റെ ഒരു കൂട്ടുകാരനുമുണ്ട്. ഇത് ഒരുപാട് ദൂരെ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ അവൻ നമ്മെ കണ്ടിരിക്കുന്നു. വയനാട്ടിലെ സൂചിപ്പാറയിൽ നിന്നാണ് ഞാൻ ഈ രംഗം എൻ്റെ ക്യാമറയിൽ പകർത്തിയത്. സൂചിപ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ കഠിനമായ കരിങ്കല്ലുകൊണ്ട് നിർമ്മിതമായ ഒരു പാറയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുമായുള്ള പ്രതിഭാസങ്ങളിലൂടെയാണ് ഈ രൂപം സൂചിപ്പാറയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. നമുക്ക് കാണാം. പാറയുടെ മനോഹരമായ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ഈ കാണുന്നതാണ് സൂചിപ്പാറ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു സൂചി കുത്തിവെച്ച പോലെ കൂർത്ത ആകൃതിയിലുള്ള ഒരു പാറയാണിത്. അതുകൊണ്ടാണ് ഇതിനെ സൂചിപ്പാറ എന്ന് വിളിക്കുന്നത്. പ്രകൃതി കൊത്തിയെടുത്ത ഒരു ശില്പം പോലെ വയനാടൻ കാടുകളുടെ കാവൽക്കാരനായി ഈ സെൻറ്റിനൽ റോക്ക് നിലകൊള്ളുന്നു. പണ്ട് സാഹസികരായ സഞ്ചാരികൾ ഈ പാറയിൽ കയറാറുണ്ടായിരുന്നു.